NGO അസോസിയേഷൻ പിളർന്നു. AP സുനിലിനെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തു. ഇതിനെതിരെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാറിന്റെ നേതൃത്വത്തിൽ പുതിയ സംഘടന രൂപീകരിക്കാനാണ് നീക്കം. സമവായ ചർച്ചയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രാതിനിധ്യം ലഭിക്കാത്തതിനെ തുടർന്നാണ് പിളർപ്പിലേക്ക് നീങ്ങുന്നത്. അതേസമയം സംസ്ഥാന സമ്മേളനത്തിൽ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടായി. നിലവിലെ ഭാരവാഹികൾക്കെതിരെ പ്രതിഷേധമറിയിച്ച വനിതകൾ ഉൾപ്പെടെയുള്ളവരെ കയ്യേറ്റം നടത്തിയെന്നാണ് പരാതി. സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ വിശദാംശങ്ങൾ ലഭിക്കുന്നു? NGO അസോസിയേഷൻ പിളർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. AP സുനിൽ പുതിയ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് പൂർത്തിയായ NGOയുടെ സംസ്ഥാന സമ്മേളനത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായിട്ടുള്ളത്. അതേസമയം തന്നെ NGO അസോസിയേഷൻ ഒരു പിളർപ്പിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മുൻ പ്രസിഡന്റ് കൂടിയായ ചവറ ജയകുമാറിന്റെ നേതൃത്വത്തിൽ പുതിയ സംഘടന രൂപീകരിക്കാനുള്ള നീക്കം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് വരെ ചവറ ജയകുമാർ ആയിരുന്നു പ്രസിഡന്റ്. തുടർന്ന് ഒരു വർഷം മുമ്പ് ജാഫർ ഖാന് വേണ്ടി ഈ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞിരുന്നു. പക്ഷേ പുതിയ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ തിരിച്ച് ചവറ ജയകുമാരൻ തന്നെ ഈ അധ്യക്ഷ സ്ഥാനം ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി ഇപ്പോൾ AP സുനിൽ ഇത്തരത്തിൽ അധ്യക്ഷനായി വരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പുതിയ സംഘടന രൂപീകരിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത്. സമവായ ചർച്ചയിൽ സംസ്ഥാന കമ്മിറ്റിയിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കാത്തതിനെ തുടർന്നാണ് എന്തായാലും ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. KPC നേതൃത്വമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും പുതിയ തീരുമാനം ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ ചവറ ജയകുമാറിനെ മാറ്റിയതിൽ പ്രതിഷേധിച്ച് അവിടെ കുറച്ച് വനിതകളടക്കം പ്രതിഷേധിച്ചിരുന്നു. ഇവർക്കെതിരെ കയ്യേറ്റ ശ്രമം അടക്കം നടത്തിയെന്നൊരു പരാതിയും ഇതിനിടെ ഉയർന്നു. ഇവർക്കെതിരെ തെറിവിളിയും കുപ്പിയേറും അടക്കം നടത്തിയെന്നുള്ളതാണ് ഈ വനിതകൾ പരാതിപ്പെടുന്നത്. ഇവർ നിലവിൽ കൈക്കോട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതിയടക്കം നൽകിയിട്ടുണ്ട്. എന്തായാലും എന്താണ് ഇനി NGOയിൽ എന്താണ് അടുത്ത തുടർ നടപടികൾ എന്നുള്ളത് കണ്ടറിയണം. പ്രത്യേകിച്ച് ഒരു വർഷം മുമ്പ് VD സതീശന്റെ അടക്കം പിന്തുണയോടെയായിരുന്നു ജാഫർ ഖാനെ ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അന്ന് ഈ ചവറ ജയകുമാറിനെ മാറ്റുമ്പോൾ ഈ ഒരു വർഷത്തിന് ശേഷം തിരിച്ച് അതേ സ്ഥാനത്തേക്ക് കൊണ്ടുവരാമെന്നുള്ളടക്കം കാര്യം പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ പറഞ്ഞു. പക്ഷേ നിലയിൽ എന്തായാലും അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. എന്തായാലും NGO അസോസിയേഷനിൽ ഒരു പിളർപ്പുണ്ടായിരിക്കുകയാണ്. എന്തായാലും പുതിയൊരു സംഘടനയ്ക്ക് രൂപം നൽകുമെന്നുള്ളതാണ് ചവറ ജയകുമാറിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. ഏതായാലും പുതിയ വാർത്തയാണ്. ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻസ് വരണം. കോൺഗ്രസിന്റെ നേതൃത്വം ഇതിൽ എങ്ങനെ ഇടപെടും എന്നറിയണം. ഏതായാലും NGO അസോസിയേഷന്റെ സമ്മേളനം തമ്മിൽ തല്ലി പിരിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം.